പ്ലം കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അതിന് 1.5 കപ്പ് മൈദ മാവാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ വടിച്ചെടുക്കണം. 1 കപ്പ് അരച്ചെടുക്കുന്നതിനകത്തോട്ട് ഇട്ടു. 1/2 കപ്പ് അതും ഇങ്ങനെ വടിച്ചെടുക്കണം. നമുക്ക് ഏത് കപ്പിൽ മെഷർ ചെയ്ത് എടുക്കാം, പക്ഷെ അത് ആ എടുക്കുന്ന കപ്പിൽ തന്നെ ആയിരിക്കണം എല്ലാം എടുക്കാനായിട്ട്. 1 ടീസ്പൂൺ, പിന്നെ ബേക്കിംഗ് പൗഡർ 1/2. അപ്പോൾ കേട്ടല്ലോ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ 1/2 സ്പൂൺ വെച്ചിട്ട്, 1/2 ടീസ്പൂണ് ഗരം മസാല, പട്ട, ഏലക്ക, ഗ്രാമ്പു, ഇത് 3 കൂടെ, ജാതിക്ക, ഇത് 3 കൂടെ പൊടിച്ചെടുത്ത ഗരം മസാല, എന്നിട്ട് അരിച്ചെടുക്കുക. എടുത്തിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ക്രിസ്മസ് അല്ലേ, അപ്പോൾ അത് നമുക്ക് പ്ലം കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ബദാം, കാഷ്യൂനട്ട് അത് അരിഞ്ഞ് വെച്ചത്, ഇപ്പോൾ 2ആയിട്ട് ആണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇനിയും ചെറുതാക്കാം. ഇപ്പോൾ ഞങ്ങൾ ഇത്ര അരിഞ്ഞ് വെച്ചതേ ഉള്ളൂ. പ്ലം കേക്കിന് നമ്മൾ ടേസ്റ്റ് കൊടുക്കുന്ന ഇതാണ്, വൈനിൽ മുക്കി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സാണ്. കണ്ടോ, ഏതൊക്കെ ഫ്രൂട്ട്സാണ്? എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട്. അപ്പോൾ അത് 250-ൻ്റെ ആ കപ്പിൽ 1 കപ്പ് അളവെടുത്തിട്ടുണ്ട്. മാവെടുത്തില്ലേ നമ്മൾ, ആ കപ്പ്. അപ്പോൾ ആ ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ കാഷ്നട്ടും ബദാമും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യുക. നല്ല മണം വരുന്നുണ്ട്. കുറച്ച് മൈദ മാവും കൂടെ അതിനകത്ത് ഇടണം. അപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന പാത്രത്തിൽ അതിൻ്റെ ഷേപ്പിൽ ബട്ടർ പേപ്പർ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചുറ്റിനും ബട്ടർ പേപ്പർ വെക്കുക. ഇത് അമൂലിൻ്റെ ബട്ടറാണ്, അത് 100 ഗ്രാമാണ്. അത് മൊത്തമാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ പൊടിച്ച പഞ്ചസാര, അത് ബ്രൗൺ ഷുഗറാണ്, അത് ഈ കപ്പിനകത്താണ് എടുത്തിരിക്കുന്നത്. ഇതാണ് അളവ്. അപ്പോൾ നമ്മളിട്ടിരിക്കുന്നത് പൊടിച്ച ബ്രൗൺ ഷുഗറാണ്, അതിൻ്റെ കൂടെ ബട്ടർ, അതാണിപ്പോൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഞ്ചസാര നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുക. ചിലർക്ക് കുറേ മധുരം വേണം, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത്രയും മധുരം ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ ഒരു 250 ml ഓയിൽ, നമ്മുടെ കുക്കിംഗ് ഓയിലാണ്, കോക്കനട്ട് ഓയിൽ വേണ്ട, അല്ലാത്ത വെജിറ്റബിൾ ഓയിൽ. അപ്പോൾ മിക്സ് ചെയ്യുന്നത് പൊടിച്ച പഞ്ചസാര, ബ്രൗൺ ഷുഗറാണ്, എണ്ണ, വെജിറ്റബിൾ ഓയിൽ, അത് കഴിഞ്ഞിട്ട് ബട്ടർ, ഇത് 3 കൊണ്ടാണ് ഇപ്പം നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം, നല്ല ക്രീമാവണം. മുട്ട പൊട്ടിച്ചൊഴിക്കുക. നമ്മുടെ മഞ്ഞയും വെള്ളം എല്ലാം ഉപയോഗിക്കുകയാണ്. ആവശ്യമുണ്ടെങ്കിൽ വെള്ളം മാത്രം ഉപയോഗിക്കുക, നമ്മൾ മഞ്ഞക്കരി ഉപയോഗിക്കുന്നുണ്ട്. അപ്പം 3 മുട്ടയാണ് മിക്സ് ചെയ്യുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്യുക. 1 സ്പൂണ് വാനില എസൻസ്, അതുപോലെ ഓറഞ്ച് എസൻസ്. അപ്പോൾ 2 എസൻസ് ഉപയോഗിച്ചു, വാനില എസൻസ്, ഓറഞ്ച് എസൻസ്. ക്രീമാക്കുക, എന്നാലേ കേക്ക് നന്നായിട്ട് വരത്തുള്ളൂ. കുട്ടി സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് നല്ല സോഫ്റ്റ് ആവണം. ഞാൻ കുഴച്ച് കേട്ടോ, കൈ കഴിക്കുന്നുണ്ട്. പാവം ഇല്ലതൊക്കെ ഉണ്ടാക്കുന്നതിന് സമ്മതിക്കണം. ഞങ്ങൾ മാവിടാൻ പോവാണ്. അടയ്ക്കാം. ഓക്കെ, അപ്പോൾ അരിച്ചു വെച്ചിരിക്കുന്ന മാവ്, അതിന് നമ്മൾ എന്തൊക്കെ ഇട്ടെന്നറിയാലോ? ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പിന്നെ ഗരം മസാല, ദെൻ മൈദ മാവ്. ഓക്കെ, അരിച്ചെടുത്തു. ഇതിനകത്ത് നാരങ്ങാ നീരുമില്ല, ഓറഞ്ചിൻ്റെ തൊലിയുമില്ല.
അപ്പം അതൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് വിഷമിക്കണ്ട കേട്ടോ. അതിൻ്റെ ഗുണം ഇച്ചിരി കുറയും, പക്ഷെ എന്നാലും പ്ലം കേക്ക് അടിപൊളിയായിരിക്കും. അപ്പം ഇനി ഒഴിക്കുന്നത് ഈ കപ്പിൻ്റെ അളവിലാണ്. നോക്കി, ഷുഗർ കാരമൽ. ഷുഗർ നമ്മളിങ്ങനെ ഹീറ്റ് ചെയ്യാൻ കിട്ടുന്ന സാധനം അല്ലേ? ഷുഗർ ഹീറ്റ് ചെയ്യുമ്പോഴത്തേനും അതങ്ങ് ബ്രൗൺ നിറമാവും. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ 10 സാധനങ്ങളായിട്ടുണ്ട്. അപ്പം കൈ വേദനയുള്ളവരൊന്നും ഇത് പണിയാൻ നിൽക്കല്ലേ. കൈക്കൊക്കെ നല്ല ഉറപ്പുള്ളവർ വേണം ചെയ്യാൻ. നമ്മളിത് ഉപയോഗിക്കുന്ന രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. അവന് നിർത്താൻ പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നില്ല. ഞങ്ങളുടെ ഇൻസ്ട്രക്ടർ പറയുന്നത് നല്ലതായിട്ട് അതിലാണ്, നല്ലതായിട്ട് ആക്കൂ, കൂടുതൽ മിക്സ് ചെയ്തു. ഞാനേ ഉച്ചയ്ക്ക് എൻ്റെ മരുമകളെ ബ്യൂട്ടിക്ക് എസ്റ്റാ ഹോസ്പിറ്റലിൽ കൊണ്ടുവിട്ടിട്ട് ഇവർക്ക് കുറച്ച് മീൻകറി കുറച്ച് കപ്പയും കൊണ്ട് വന്നാളാണ് ഇവിടെ. അപ്പോഴാണ് ഈ കേക്ക് പരിപാടി. രാവിലെ കുക്കീസാണ് തുടങ്ങിയത്, പിന്നെയാണ് കേക്കിലേക്ക് വന്നു. ഗൈസ് ഞാൻ ചെയ്യാൻ പെട്ടുപോയി. ഇപ്പോൾ സമയം എത്രയായി? 6 മണിയായില്ലേ? 6 മണിയല്ലേ? 5 മണിയോ? 5:30 ആയി കാണും ഗൈസ്. കോഫി കുടിക്കണം. ഞാൻ ചായ കുടിക്കത്തില്ല, കോഫി അടുപ്പ് വെച്ചിട്ടുണ്ട്. പപ്പ മേടിച്ചുകൊണ്ട് വന്ന് കോഫി. അപ്പോൾ ഇത് റെഡിയായി. ഇതിൻ്റെ കഴിഞ്ഞു. രസമായിരിക്കും. ഇനി നമുക്ക് അങ്ങനെ നല്ല മിക്സ് ചെയ്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ആ സൈഡിൽ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം എടുക്കുക. കട്ടയാകരുത്. അതൊക്കെ നമ്മുടെ കേക്കിനെ ബാധിക്കും. ഞങ്ങളുടെ ദിയാമോളാണ് എടുക്കുന്നത്. അവൾ ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ടാണ്. എന്നെ കാണുമ്പോഴേ ദിയാമോൾ ഓടും. ഞാൻ വിളിക്കും, ഷൂട്ട് ചെയ്തെടുത്ത് ആടി എന്ന് പറയും. പാവം കേട്ടോ ദിയ കേക്ക് ഉണ്ടാക്കി തരുന്നതായിരിക്കും. ഞങ്ങൾ ഇനി അടുത്ത് ഫ്രൂട്ട്സ്, നാം നേരത്തെ പറഞ്ഞില്ലേ വൈനിൽ കുഴച്ചു വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് കാഷ്യൂനട്ട് ആൻഡ് ബദാം. ഓക്കെ, അത് മിക്സ് ചെയ്യാണ്. നമുക്ക് പ്ലം കേക്ക് അല്ലേ, അപ്പം അത് മിക്സ് ചെയ്യുന്നു. നല്ല സൂപ്പർ 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 സൂപ്പർ. ഈ ക്രിസ്മസിന് ഈ കേക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ലോച്ചി മമ്മിയെ അറിയിക്കണം. ഓക്കെ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വിസ്കർ എല്ലാവരും വാങ്ങിക്കണം. വലിയ വിലയൊന്നും കാണത്തില്ല. 1000 രൂപീസിന് ഉണ്ടെന്ന് വിചാരിക്കുന്നു. സത്യം പറയാൻ എനിക്ക് വിസ്കർ ഇല്ല കേട്ടോ. എനിക്ക് വിസ്കറൊന്നുമില്ല. ലവ്ലിയുടെ വിസ്കറാണ്. തീർന്നാ അത്രേ ഉള്ളൂ. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. ഇത് ഈ പണി ചെയ്ത് ഇത് മിക്സിംഗ് ഒക്കെ എളുപ്പം. മറ്റേ കുക്കീസ് പോലല്ല, ഇത് എളുപ്പമാണ്. ശരിക്കും കുക്കീസാണ് പാട്. അത് ഭയങ്കര പാട്. നമ്മൾ ഷേപ്പ് ചെയ്യണം, ഹാർട്ട് ഉണ്ടാക്കണം, മറ്റേ എന്തോ നക്ഷത്രം ഉണ്ടാക്കണം. ശരിക്കും ഇത് എളുപ്പമാണ്. ശരിക്കും എളുപ്പം. അപ്പം ഈ പ്രാവശ്യത്തെ ക്രിസ്മസിനൊരു വെറൈറ്റി വീട്ടിലുണ്ടാക്കി നോക്കണേ. ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ വീട്ടിലാണ്. ഇതെൻ്റെ വീടാണ്. എൻ്റെ വീട് മീൻസ് എൻ്റെ ഫാദർ, മദർ, പിന്നെ എൻ്റെ ബ്രദറിൻ്റെ വൈഫ്, ബ്രദറിൻ്റെ മോള് താമസിക്കുന്ന വീട്. അവിടെയാണ് ഞാനിപ്പം ഇത് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഞങ്ങൾ ഈ മിക്സ് ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോവാണ് ഗൈസ്. നമ്മൾ നേരത്തെ ഇതിനകത്ത് കണ്ട ബട്ടർ പേപ്പറൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട്. കണ്ട സൈഡിലൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ടിത് ഒഴിക്കുക. ഇനി ഇതിങ്ങനെ തട്ടണം ഗൈസ്. അതിനകത്ത് ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റെഡി ആവണം. ഇപ്പം അടുത്ത അടിക്കരുത്. റെഡിയായി, ബബിൾസ് ഒക്കെ മാറി. അപ്പം ഇനി നമ്മൾ ബേക്ക് ചെയ്യാൻ പോകണം. ഓക്കെ,
ഇത് വെച്ചൊന്ന് ആ ബബിൾസ് ഒക്കെ ഒന്ന് പൊട്ടിച്ച് ഓ പൊങ്ങി വന്ന്. ഓ നമ്മൾ ടൂത്ത് പിക്ക് ഇല്ലേ ലൗവിന് കൊണ്ടുവച്ചപ്പോ എനിക്ക് തോന്നി ടൂത്ത് പിക്ക് കൊണ്ടുവച്ചത്. അപ്പൊ ഇങ്ങനെ ആക്കിയിട്ട് അതിന്റെ ബബിൾ പോകുന്നു പറയുന്നു. ഓ ഗാർണിഷ് ചെയ്യണം. അതിന്റെ മുകളിൽ ഇച്ചിരി കാഷ്നട്ട് ഇടാൻ പോവാണ്. ഗാർണിഷ് നമുക്ക് ഉള്ളതൊക്കെ വെച്ച് ചെയ്യാം കേട്ടോ. ഇത് ഞങ്ങളുടെ പ്ലാൻ ചെയ്തുണ്ടാക്കുന്ന കേക്കല്ല കേട്ടോ. അതുകൊണ്ട് ചില കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, പാചകം എന്ന് പറയുന്നത് നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞങ്ങൾ കാഷ്നട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ ബേക്ക് ചെയ്യാൻ പോവാം. ലൗലി 180 പ്രീ ഹീറ്റ് ചെയ്തിടുക. ഓവൻ ചെയ്തിട്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു 40 മിനിറ്റ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ അതിനകത്തോട്ട് വെക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഈ വർഷത്തെ ഞങ്ങളുടെ ആദ്യത്തെ കേക്ക് ഉണ്ടാക്കുകയാണ്, ക്രിസ്മസ് കേക്ക്. ഈ വർഷത്തെ ആദ്യത്തെ ക്രിസ്മസ് കേക്ക്. ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നിരിക്കുകയാണ് ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കാനായിട്ട്. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബേക്ക് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇനി 10 മിനിറ്റ് കൂടെ നമ്മൾ കാത്തിരിക്കണം നമ്മുടെ കേക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെന്തോ നമ്മൾ കുത്തി നോക്കണം. അത് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ വെന്തു എന്നർത്ഥം. ഇത് ഒട്ടിപ്പിടിക്കുന്നില്ല, കണ്ടോ, വെന്തു. നമ്മളിപ്പോൾ ഒരു 50 മിനിറ്റ് വെച്ചിരുന്നല്ലേ? ആദ്യം 45 വെച്ച്, പിന്നെ എക്സ്ട്രാ ഒരു 5 മിനിറ്റ് കൂടെ. ആദ്യം 45 വെച്ച് പിന്നെ ഒരു എക്സ്ട്രാ 5 മിനിറ്റും കൂടെ വെച്ച്. അപ്പോഴാണ് ഇത് വെന്തത്. ഓക്കെ, ഇത് 1 കിലോയുടെ കേക്കാണ്. കേക്ക് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം തിരിച്ചിടുക. ഹായ്, സൂപ്പർ, ഞങ്ങളുടെ കേക്ക് സക്സസ്. അടിപൊളി. ഓ അടിപൊളി കേട്ടോ, 1 കിലോ കേക്ക്. സൂപ്പർ. അപ്പം ഞങ്ങളുടെ കേക്ക് സക്സസ് ആയി ഗൈസ്. സോഫ്റ്റ് ആൻഡ് സക്സസ്. ഇതാണ് കേക്കിൻ്റെ ബാക്ക് സൈഡ്. ചൂടാണ്, നല്ല ചൂടാണ്. ഓക്കെ, സൂപ്പർ. ഞങ്ങളുടെ കേക്ക് റെഡി.